വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് പറയമ്മേന്ന് പറയുകയാണ്. അന്നേരം ഗസ് ചെയ്യാൻ പറയുമ്പോൾ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അന്നേരം ഇനി എന്തായാലും സസ്പെൻസ് അങ്ങ് പൊളിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ അലമാരി തുറന്നിട്ട് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം അതിങ്ങനെ നിവർത്തി കാണിക്കുകയാണ്. അതായത് ദീപുവിൻ്റെ ഇത് നിങ്ങളുടെ കൂട്ടുകാരൻ ദീപുവിന് വേണ്ടി വയ്ക്കുന്ന വീടിൻ്റെ പ്ലാനാണ്, നോക്കിക്കേ സിറ്റ് ഔട്ടുണ്ട്, പിന്നെ ബെഡ്റൂം എന്നൊക്കെ ഹാള് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം അവൻ്റെ മുറിയിൽ ഒരു അക്വേറിയം വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ നമുക്ക് വയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അവന് വലിയ ആഗ്രഹമായിരുന്നു അവൻ്റെ ചേച്ചിക്കും അവനും കൂടി ഒരു മുറി വേണമെന്നുള്ളത്. അതിനിപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ സത്യസങ്കടപ്പെട്ട് ചോദിക്കുകയാണ്. അന്നേരം അവൻ്റെ മുറിയിൽ എൻ്റെ ചേച്ചിയുടെ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പപ്പി പറയുന്നുണ്ട്, ഓ ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന പോലെ. അന്നേരം സത്യ തിരുത്തുകയാണ്, അതിന് അച്ഛൻ മരിച്ചില്ലല്ലോ, ദൂരെ എവിടെ പോയിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയായാലും നല്ല അടിപൊളി വീടായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിങ്ങനെ ഒരു പറഞ്ഞ് ഇരിക്കുകയാണ്. ഈ സമയത്ത് പൊന്നിയാണെങ്കിൽ 2 ഗ്ലാസ് പാലുമായിട്ട് വന്നിട്ട് ഇത് കുടിച്ചെന്നും പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അന്നേരമാണെങ്കിൽ താഴെ നിന്നുകൊണ്ട് സത്യഭാമ വിളിക്കുന്നുണ്ട്, സത്യയെ പപ്പി ഒന്നിങ്ങി വന്നേ, ഇപ്പോൾ പോകാമെന്ന് വിളിക്കുകയാണ്. അന്നേരം ഞങ്ങളിത് വന്നിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം സത്യ കൊടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പപ്പിയും പാല് പൊന്നി ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനിയെ ബുക്കൊക്കെ പറക്കി അടുക്കി വെക്കുന്നുണ്ട് കുട്ടികളുടെ ബാഗിലേക്ക്. ഈ സമയത്ത് പൊന്നി പറയണേ കുഞ്ഞിനോടൊരു കാര്യം പറയാനുണ്ട്, ആ പറഞ്ഞോളൂ എന്ന് ശാലിനി ഇങ്ങനെ വളരെ ഗൗരവമില്ലാതെ പറയുകയാണ്. അന്നേരം ഇന്ന് ശിവനെ സത്യമ്മ വഴക്ക് പറഞ്ഞു, അത് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞാണെന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഉണ്ടായ സംഭവം പറയുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്, എൻ്റെ മരുമകളും അതുപോലെയാണ് കാണുന്നത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഭാമ ചോദിച്ചത് അവിടെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ സത്യമ്മ ചോദിച്ചെങ്കിൽ വളരെ മോശമായി പോയി, അത് പറഞ്ഞ് തിരുത്തണം, അല്ലെങ്കിൽ വീണ്ടും ഒരു ഇതുണ്ടാകും എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി തിരിയാൻ തുടങ്ങുമ്പോൾ പൊന്നു പറയുന്നുണ്ട്, അത് കുഞ്ഞെ ഞാനാണ് പറഞ്ഞതെന്ന് പറയില്ല, കേട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ശാലിനി നിൽക്കുകയാണ്. ഈ സമയത്ത് കുട്ടികൾ തിരികെ വരുന്നുണ്ട്. അന്നേരം സത്യാമ്മയുടെ ഒരു കാര്യം, അവിടെ അച്ഛൻ്റെ കണ്ണട കണ്ടില്ല, അതിനാ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം പൊന്നു ചോദിക്കുകയാണ്, എന്നിട്ട് കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഓർമ്മയില്ലാതെ എവിടെയോ കൊണ്ടുവച്ചു, എടുത്ത് കൊടുത്തു എന്ന് പറയും. തുടർന്ന് ഈ പാല് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ താഴെ ഹാളിൽ ഭാമയാണെങ്കിൽ പിള്ളയോട് ഇങ്ങനെ കണക്കൊക്കെ ചോദിച്ച് അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് ബുക്ക് കൊണ്ടുവയ്ക്കൂ എന്ന് പറയുകയാണ്. അന്നേരം പിള്ള അങ്ങ് ബുക്ക് വയ്ക്കാൻ പോകുമ്പോൾ ശാലിനി മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമ്മ ശിവനോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ, അത് ശരിയല്ല എന്ന് പറയുകയാണ്. സത്യമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ സത്യമ്മയുടെ മരുമകളാണ്, വിഷ്ണുവേട്ടൻ്റെ പെണ്ണ്, പക്ഷേ അതുപോലെയല്ല ശിവൻ, വെറും ഒരു ജോലിക്കാരനാണ്, ഞാനും ശിവൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശിവനോട് ചോദിക്കുന്നില്ലേ, എന്നോട് ചോദിക്കുന്നതല്ലായിരുന്നോ നല്ലത്, വെറും മോശമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഭാമ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ഞാൻ മനസ്സിലൊന്നും വെച്ചുകൊണ്ടല്ല ചോദിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വിഷ്ണുവേട്ടനുള്ള സ്ഥാനം എന്താണെന്ന് സത്യാമ്മയ്ക്ക് അറിയാമല്ലോ, അന്നും ഇന്നും വിഷ്ണുവേട്ടൻ്റെ പെണ്ണായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, വിഷ്ണുവേട്ടൻ തിരിച്ച് വന്നാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ വിഷ്ണുവേട്ടൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ശാലിനി ആണെങ്കിലും വിഷമത്തോടെ കയറിപ്പോവുകയാണ്. അന്നേരം ഭാമയ്ക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ശാലിനി അങ്ങനെ പറഞ്ഞാൽ പിന്നെ സന്തോഷമൊക്കെ തോന്നുകയാണ്. തുടർന്ന് ഇത് കേട്ടുകൊണ്ട് പിള്ള വരുന്നുണ്ട്. പിള്ള പറയുന്നുണ്ട്, സത്യമ്മ ശാലിനി കുഞ്ഞിനെ സംശയിച്ചത് ശരിയായില്ല, ശാലിനി കുഞ്ഞിനെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്, ഒരു കളങ്കവും ഇല്ലാത്ത മനസ്സാണ്, എനിക്കടുത്ത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കാം, അതുപോലെ തന്നെയാണ് ശിവനും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ശാലിനിയുടെ മുറി തന്നെയാണ് കാണിക്കുന്നത്. അവിടെ കുട്ടികളാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ശാലിനി ആണെങ്കിൽ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരികെ വന്ന് കിടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഭാമയാണെങ്കിൽ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടികൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കട്ടിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അന്നേരം ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു തന്ന മോള് മനസ്സിൽ വെച്ചേക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എനിക്ക് നിന്നേക്കാൾ എന്നേക്കാൾ ലോകപരിചയവും ആളുകളുമായിട്ടുള്ള സമ്പർക്കവും നിനക്കുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ലോകം ഈ വീട് 4 ചുവരുകൾക്കുള്ളിൽ തന്നെയാണ്, അതുകൊണ്ട് പക്ഷേ എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മ എന്നോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എല്ലാത്തിനും കാരണം എൻ്റെ ഈ മോൻ തന്നെയാണ് എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ ഫോട്ടോ കാണിക്കുന്നില്ല, അവൻ ടീപ്പോടെ നോക്കി പറയുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുകയാണ്, അവൻ എല്ലാ നാടിനെയും വീടിനെയും എല്ലാവരും ഉപേക്ഷിച്ച് പോയിരിക്കുകയല്ലേ, അവൻ എൻ്റെ വയറ്റിൽ തന്നെ പിറന്ന ഈ നിമിഷത്തെ ഞാൻ ശപിക്കുകയാണ്, അവനെ ഞാനിപ്പോൾ വെറുക്കുകയാണ്, എൻ്റെ മോന് വേണ്ടി നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. ശാലിനിയുടെ കൈ പിടിച്ചൊക്കെയാണ് പറയുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, മരിക്കുന്നത് വരെ അമ്മയുടെ മകൻ ധീരൻ തന്നെയായിരുന്നു, അതാണ് സ്വന്തം മരണം പോലും പിന്നെ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചത് എന്നൊക്കെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്. അന്നേരം എന്നോട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ സത്യാമ്മയെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ നീ എൻ്റെ മകന് വേണ്ടി ഇങ്ങനെ ഒരിക്കലും അവൻ തിരിച്ചു വരുമെന്ന് എനിക്കും പ്രതീക്ഷയുണ്ട്, നിനക്കും പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇപ്പോൾ അവനെ ഞാൻ വെറുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഭാമ സംസാരിക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് മാപ്പ് എന്ന പോലെ ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ സംശയിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം
ആവശ്യമില്ല, ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് സത്യാമ്മയെ കാണുന്നതെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് അവരങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഇനി ഒരു വിഷമം, ശാരദാമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം വേണ്ടി സത്യാമ്മയുണ്ട്, എന്തിനും ഈ സത്യാമ്മയുടെ സ്നേഹവും എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ ശാലിനി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെയാണെങ്കിൽ ഗോപാലകൃഷ്ണനാണെങ്കിൽ ആ കുഞ്ഞിനുള്ള എന്തോ ഒരു ഭക്ഷണമായിട്ടാണെന്ന് തോന്നുന്നു ശാരികയുടെ മുറിയിലേക്ക് ചെല്ലുന്ന ശാരികയെന്ന് വിളിക്കുകയാണ്. അന്നേരം അവിടെ എങ്ങും ആരും കാണുന്നില്ല, കുഞ്ഞിനെയും കാണുന്നില്ല. അന്നേരം മുറ്റത്തേക്കൊക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം രോഹിത് എന്താ അച്ഛാന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. ഹോട്ടലിൽ നിന്ന് ശാന്തയും കുറുപ്പ് സാറും ഒക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. വേറൊരു സ്ത്രീയുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ശ്യാമയെ വഴക്ക് പറഞ്ഞല്ലോ എന്നൊരിക്കലും ഭക്ഷണം കഴിക്കാമെന്ന്. അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം രോഹിത് ചോദിക്കുന്നതുകൊണ്ട് എന്താ ചോദിക്കുമ്പോൾ ശാരികയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറയും. അന്നേരം കാണാനില്ലെന്നോ, നീ അവിടെയൊക്കെ നോക്കിയെന്ന് പറയുമ്പോൾ ശരി അച്ഛാ എന്ന് രോഹിത് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ കടയിലേക്ക് ഇന്ന് ശാന്തയോട് ചോദിക്കുന്നുണ്ട്, ശാരിയെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ജനലിൻ്റെ അവിടെ നിൽക്കുകയാണ്. അന്നേരം കുറുപ്പ് സാറും ഈ ശാന്തയൊക്കെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശാരികയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ശാരിക എവിടെ പോയതായിരിക്കും എന്നിങ്ങനെ കുറുപ്പ് സാർ പറഞ്ഞിട്ട് അത് അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ഇവിടെ വല്ല വഴക്കുണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല, രോഹിത് മിണ്ടാൻ നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ശാന്ത പറയുന്നുണ്ട്, പിന്നെ ഉണ്ടായി കാണും, ശാരദാമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ അതേ വഴക്കും അടി ഇറങ്ങിപ്പോക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശ്യാമയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തെറ്റ് കണ്ടാൽ ഞാൻ വഴക്ക് പറയാം, അതിന് ആരായാലും എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ദേഷ്യം വരുന്നുണ്ട്. ശ്യാമയുടെ അടുത്തേക്ക് എന്ന് പറയുകയാണ്, എന്നിട്ടിപ്പോൾ എന്തായി, സ്വന്തം ചേച്ചിയും കുഞ്ഞിനെ ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് സമാധാനമായില്ലേടിയും ചോദിക്കുകയാണ്. അന്നേരം ഇതിനിപ്പോൾ അവൾ കുഞ്ഞിനെയും കൊണ്ട് ആ ഒരു പിണക്കത്തിൽ വല്ല പുഴയിലോ കിണറ്റിലോ ഒക്കെ ചാടിക്കാണോ, പെണ്ണിൻ്റെ മനസ്സാണ്, പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ സങ്കടപ്പെടുകയാണ്. അന്നേരം അരുതാത്തൊന്നും ചിന്തിച്ചു കൂട്ടാതെ അങ്ങനെ പോയാൽ അതിനൊക്കെ സമയം കാണത്തുള്ളൂ. ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വീട് ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് നോക്ക്, ഇവിടെ എങ്ങാനും കാണും, അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ശ്യാമയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് അങ്ങകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം അവിടെ ശാരികയാണെങ്കിൽ രാജീവിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് പോകുന്നുണ്ട്, കാണിക്കുന്നില്ല. കുഞ്ഞിങ്ങനെ മുറ്റത്ത് ഒരു ടവല് വിരിച്ച് അതിനെ കിടത്തിയിരിക്കുകയാണ്. കുഞ്ഞ് നന്നായിട്ട് കരയുന്നുണ്ട്. അന്നേരം അമ്മാവൻ വിജയകൃഷ്ണൻ ആണെങ്കിൽ ഇങ്ങനെ ഉറക്കത്തിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിൻ്റെ ഒരു കരച്ചിലാണല്ലോ, എനിക്കിപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞ് കിടക്കുകയാണ്. അന്നേരം വീണ്ടും ഇത് കേൾക്കുമ്പോൾ എണീച്ചിരിക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി ചായം കൊണ്ട് വരുന്നുണ്ട്, എന്താ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുന്നതാണ്. അന്നേരം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് എനിക്ക് തോന്നിയതാണോ അല്ലയോ എന്നിങ്ങനെ പറയുമ്പോൾ വിജയലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ കേൾക്കുകയാണ്. അന്നേരം ഇതിപ്പോൾ ഏതാ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഉമ്മറത്തേക്ക് ഇറങ്ങിയിട്ട് അതേ ഒരു നോക്കുമ്പോൾ ഇതേതായിപ്പോൾ ഈ ഒരു കുട്ടി എന്നിങ്ങനെ പറയുകയാണ്. അല്ല, വിജയകൃഷ്ണനാണ് ചെന്ന് നോക്കുമ്പോൾ ഗിർലിൻ്റെ ഇടയിൽ കൂടി ഈ കുഞ്ഞ് ഉമ്മറത്ത് മുറ്റത്ത് കിടക്കുന്ന കാണുന്നത് ഇതേ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ഏതാണെന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മിയും കൂടി ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ ഇതാരാ എവിടെ കൊണ്ടുവന്ന് കിടത്തി, ഇനിയിപ്പോൾ വീട് മാറിയതങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി പെട്ടെന്ന് ഈ കുഞ്ഞിനെയും കിടക്കുന്നുണ്ട്. നല്ല തങ്കം പോലുള്ള കുട്ടി, നമുക്ക് പോലീസിനെ ഏൽപ്പിച്ചാലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്നാലും ആരായിരിക്കുമെന്നും പറഞ്ഞിട്ട് വിജയകൃഷ്ണനാണെങ്കിൽ ഈ കുട്ടി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നാലും തമിഴ് കുട്ടിയല്ല, നല്ല മലയാളത്തുള്ള കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആരായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിച്ച് കുഞ്ഞിനെ വിജയകൃഷ്ണൻ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ വെളിയിൽ നിന്ന് പിന്നെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുക വിജയകൃഷ്ണനല്ല കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഇവിടുത്തെ മരുമോളെ പോയി തോന്നിക്കുന്ന ഒരു പെണ്ണ് പിന്നെ അവിടെ ട്രെയിനിന് മുന്നിൽ ചാടിയിട്ടുണ്ട്, മരിച്ചിട്ടില്ല, ജീവൻ പോയിട്ടില്ല, ആളുകൾ ട്രെയിൻ തട്ടി മാറ്റിയതാണ്, ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടുത്തെ മരുമോൾ എന്നിങ്ങനെ വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ അതേ രാജീവിൻ്റെ പെണ്ണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കുട്ടി ഒരു ശ്രദ്ധിക്കുന്നത് ഏത് കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിനെ ടൗലിലേക്കും കിടത്തുന്നുണ്ട്. അന്നേരം ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല, രാവിലെ എണീക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് കിടത്തിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ വന്നവർ പറയുന്നത് അപ്പോൾ അത് തന്നെ കുഞ്ഞിനെ ഇവിടെ ഒന്ന് കിടത്തിയിട്ട് അവർ ട്രെയിനിന് മുന്നിൽ ചാടിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവൾ നമ്മളെ കൊടുക്കാൻ വേണ്ടിയാണല്ലേ എന്നിങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. അപ്പോൾ ചാവാൻ വേണ്ടിയല്ല, അവൾ പോലീസ് കേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചാടിയതെന്നിങ്ങനെ കൃഷ്ണൻകുട്ടിയും പറയുകയാണ്. അന്നേരമാണെങ്കിൽ എന്തായാലും റെയിൽവേയോടാണ് കളിച്ചിരിക്കുന്നത്, നിന്ന് ഊരിപ്പോരാൻ പാടാണെന്നിങ്ങനെ വന്നവർ പറയുന്നുണ്ട്. അന്നേരം ഈ കുട്ടി ഇവിടെ തന്നെ ഇടന്നോട്ടെ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നിങ്ങനെ വിജയലക്ഷ്മിയും പറഞ്ഞിട്ട് കുട്ടിയും അതിലും കിടത്തുന്നുണ്ട്. എന്നിട്ട് കളക്ടർ വേറെ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഊരിപ്പോവില്ല, ഇത് നമ്മുടെ തലയിലാവും എന്നൊക്കെ വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം കൃഷ്ണൻകുട്ടി പെട്ടെന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ശാരദാമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് വെച്ച് പിന്നെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ വിളിക്കുന്നുണ്ട്.
അന്നേരം ശാരദാമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അന്നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട് ശാലിനിയെ വിളിക്കുക, അവൾ കളക്ടറല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ശാലിനിയെ വിളിക്കാനായിട്ട് അവിടെ കൃഷ്ണൻകുട്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് കാണിക്കുന്നത് ഇവിടെ ഭാമയുടെ വീടാണ്. ഭാമയാണെങ്കിൽ ഉമ്മറത്തിരുന്ന് ഈ കുട്ടികളെ സ്കൂളിൽ പോകാൻ സത്യമാണെങ്കിൽ ഒരുവിധമൊക്കെ റെഡിയാവുന്നുണ്ട്. അന്നേരം പപ്പിയുടെ മുടിയൊക്കെ ഇരുന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഭാമ. അടങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അന്നേരത്തേക്ക് ശിവനാണെങ്കിൽ ബുള്ളറ്റിൽ എത്തുന്നുണ്ട്. അന്നേരം ശിവനെങ്കിലെത്തി എന്നും പറഞ്ഞ് കുട്ടികൾ എണീക്കുകയാണ്. അന്നേരം ശിവനെങ്കിലെത്തി, പക്ഷേ നിങ്ങൾ റെഡി ആയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശിവനും പറയുന്നുണ്ട് രണ്ടുപേരും ഇതുവരെ റെഡി ആയില്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനൊരു ഇതൊക്കെ റെഡി, ഇനിയിപ്പോൾ എൻ്റെ തലമുടി ഒന്ന് കെട്ടിയാൽ മതി, അതിപ്പോൾ ഇപ്പോൾ സത്യമ്മ ചെയ്തു തരുമെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശിവനങ്ങൾ സാധിച്ചു തരുന്നുണ്ട്, എല്ലാം സന്തോഷത്തോടെ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ ഒരു കാര്യം മാത്രം സാധിച്ചു തന്നില്ല എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം അതെന്ത് കാര്യം അങ്ങോട്ട് പറഞ്ഞാട്ടെ, ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ നടത്തി തരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. ശിവനും പറയുന്നുണ്ട്. ശിവനോട് സോപാനത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട് എങ്കിൽ അത് അതിന് മുന്നേ എൻ്റെ ബെൽറ്റ് ഒന്ന് ഇട്ട് എന്ന് പറയുമ്പോൾ ഉത്തരവ് എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ സത്യയുടെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഇനി ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം റെഡി ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ എനിക്കാണ് വഴക്ക് കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ, എങ്കിലേ നമുക്ക് ആടിപ്പാടി പോകാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി കാര്യം എന്താണെന്ന് ഇങ്ങനെ പപ്പിയോട് ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛനെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞില്ലേ, അതുമാത്രം നടത്തി തന്നില്ലല്ലോ എന്നിങ്ങനെ കുട്ടി വിഷമത്തോടെ പറയുകയാണ്. അന്നേരം സത്യയ്ക്കും പിന്നെ സത്യഭാമയ്ക്കും ശിവനും ഒക്കെ വിഷമമാവുന്നുണ്ട്. അന്നേരം ശിവനെ മനസ്സിൽ കരുതുകയാണ് നിങ്ങളുടെ അച്ഛനെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ഞാൻ എങ്ങനെയാണ് പറയുക എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ വിഷമിച്ച് പപ്പിയുടെ സത്യയുടെ മുഖത്തേക്ക് നോക്കിയാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശിവനാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ അവിടെ ശാലിനിയെ വിളിക്കും. എന്നിട്ട് പറയും ഇങ്ങനെ ഈ ശാരികയുടെ കാര്യം. അതനുസരിച്ച് ശിവനോടൊപ്പം ശാലിനി പിന്നെ അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ ഇനി ഓട്ടോ വിളിച്ചോ കമലിനെ വിളിച്ചോ ഒക്കെ എത്തിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പിള്ള കൊണ്ടുപോയിരിക്കും. അപ്പോൾ അവിടെ പിന്നീട് എന്ത് സംഭവിക്കും, കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താവും എന്നുള്ളതൊക്കെ. പക്ഷേ രാജീവിൻ്റെ ആ ഒരു വരവൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി രാജീവ് വന്നതിന് ശേഷം കുഞ്ഞുമായിട്ട് പോകുമോ എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.